മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി അകതാരിൽ വിരിയുന്നൻ ബാല്യം. ആരോ മീട്ടിയ മഷിത്തണ്ടിൻ നിറമുള്ള കുളിരോർമ്മയാണെൻ്റെ ബാല്യം. അതെനിക്കൊരു വളരെ നൊസ്റ്റാൾജിയായിട്ട് എനിക്ക്, കാരണം നമുക്ക് സിറ്റുവേഷൻസ് കിട്ടുന്നതാണ് നമുക്ക് പ്രശ്നം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു പടം ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു ചെറിയ വേഷം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരാഴ്ചയ്ക്ക് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. അതിനകത്ത് തിരുവനന്തപുരത്തിനെ കുറിച്ചൊരു പാട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഭഗവാനെ എന്തോ ചെയ്യാൻ, ഒരാഴ്ചയായിട്ടൊന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നു. അത് ട്രിവാൻഡ്രത്തിന് എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ ട്രിവാൻഡ്രത്തിനെ കുറിച്ചൊരു പാട്ട് വേണം. ഞാൻ കുഴഞ്ഞു. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ ക്ലൈമാക്സ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഇളകി, ആം ആദ്മിയല്ല, ജനങ്ങളെല്ലാം ഇളകിയിട്ട് വലിയ പ്രശ്നമായിട്ട് ഒരു പ്രക്ഷോഭത്തിൽ അവസാനിക്കുന്ന ഒരു സോങ്. അതും സ്ഥിരമായിട്ടുള്ള ഇത് വേണ്ട, പല്ലവി അനുപല്ലവി ചരണം, അത് വേണ്ട. ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ്, അതായത് എന്നാൽ ഒരു വിപ്ലവഗാനം ആകരുത്. അപ്പോൾ എനിക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നടക്കുന്ന പരിപാടിയില്ല, വിടാം എന്ന് വിചാരിച്ചു. എന്നാൽ തിരുവനന്തപുരത്തിനെ കൂടെ എന്തോന്ന് എവിടെ പോകാൻ, കാരണം ചാലയുണ്ട് ഇതൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു ഇതിന് പറ്റിയ ഒരാളേ ഉള്ളൂ, കാവാലൻ നാരായണപ്പണിക്കർ സാർ. ഞാൻ സാറിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു ഇതുപോലെ സിനിമയാണെന്നൊന്നും പറഞ്ഞില്ല. വിളിച്ചിട്ട് സാർ ഈ ട്രിവാൻഡ്രത്തിനെ കുറിച്ച് വല്ല പാട്ട് വരുന്നുണ്ട്. പിന്നെന്താ ഉണ്ടല്ലോ, പഴയ ഗ്രന്ഥത്തിൽ ഞാൻ അങ്ങ് വായിച്ചിട്ടുണ്ട്. ശ്രീകുമാർ നാളെ ഇനി വരും, വീട്ടിൽ വാ, നമുക്ക് ഇരുന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് അദ്ദേഹം 2 വരി എഴുതി, ഒരു 4 വരി എഴുതി, അങ്ങനെ കുറേ വരികൾ എഴുതുന്നു. അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, ഇതിന് ഒരു തുമ്പ് കിട്ടി. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ കുക്കു, പിന്നെ ശങ്കർ രാമകൃഷ്ണൻ, പിന്നെ അനിൽ മാത്യു പ്രൊഡ്യൂസർ, ഇവരെല്ലായിട്ട് വീണ്ടും പോയപ്പോഴത്തേക്കും ഞാൻ പുതിയതൊരു സാധനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഉള്ള എന്താണ് ഒരു ശക്തി, പവർ, അത് എഴുതി. അങ്ങനെ ഞാൻ കുറേ ട്യൂൺ ചെയ്തു, പെട്ടെന്നൊരു ട്യൂൺ കിട്ടി. അത് നമുക്ക് അങ്ങനെയാണ് അല്ലാതെ ഇപ്പം നമ്മൾ 10 എണ്ണം ഞാൻ ചെയ്തു. ഞാൻ ഇവിടെ ഒരു 5 എണ്ണമെങ്കിലും ഞാൻ രാത്രി കൊണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരേ വരി എന്നെ ട്യൂൺ ചെയ്ത്. ഒരുപാട് നമുക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് അറിയുന്നതും നമ്മളറിയുന്നതുമായ അപ്പൊ തന്നെ കൺഫ്യൂഷനാണ്. എങ്ങനെ തിരുവനന്തപുര പുരാതന പുരാനി തമ്പുരാനി പാമ്പിന്മത്തയിൽ പള്ളി കൊള്ളും പത്മനാഭ. പിന്നെ കൊടുങ്കയ്യും കുത്തി കിടന്നുറങ്ങിയാലോ ഉറങ്ങരുതേ അനവധി അസുലഭമാ അറകളിൽ ഒരുപാട് നിധികളില്ലേ, അതുകൊണ്ട് ഉറങ്ങരുതേ. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ഓപ്പണിങ് ഇത് തന്നെ പാടിയപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. തിരുവനന്തപുര പുരാതന പുരാനി തമ്പുരാനി. അത് എനിക്ക് ഉറപ്പാണ്. അതിനകത്ത് ചന്ത വരുന്നുണ്ട്, ആറ്റുകാൽ വരുന്നുണ്ട്, ശംഖുമുഖം വരുന്നുണ്ട്, ഉർമീസ് പള്ളി വരുന്നുണ്ട്, തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് മധുരൈ ദേവാലയം വരുന്നുണ്ട്, വേലുത്തമ്പി ദളവ അവിടെ നിന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഉണ്ണാവ്രതം നോക്കും രാഷ്ട്രീയക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ. വേലുത്തമ്പി ദളവ ഞാൻ നോക്കുക. അപ്പം മന്ത്രി അതുവഴി പോകുമ്പോൾ വേലുത്തമ്പി ദളവയെ നോക്കിയിട്ട് ഇങ്ങനെ മഞ്ഞളിക്കുക. കാരണം പണ്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത് മന്ത്രിമാരെന്തെങ്കിലും ചെയ്താൽ ചാട്ടവാറ് കൊണ്ട് അടിക്കും. അപ്പോൾ അടി വല്ലതും കിട്ടുമെന്ന് പേടിക്കുക. എങ്കിലും ഇങ്ങനെ പലതും പറഞ്ഞു വന്നിട്ട് വഞ്ചിയൂർ കോടതി വരെ വന്നെത്തിയിട്ട്, നീതിപീഠത്തിൽ വന്നെത്തിയിട്ട് നിന്നിട്ട് ഞാൻ ലാസ്റ്റിലൊരു ഇത് വെച്ചു. ഇത്തിരി പോകുന്ന പുരമിതിൽ ഒത്തിരി ഉണ്ടേ കാര്യങ്ങൾ, ഏത് കാര്യം നേടണമെങ്കിലും അനന്തപുരിയിൽ എത്തണം എന്നുള്ള. നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും. നേരത്തെ പറഞ്ഞു ചലഞ്ചിങ് ആയി, ഇതൊരു ചലഞ്ചിങ് ആണ്. പാടിയപ്പോൾ ഇത്രയും നാദരൂപിണി തൊട്ട് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു നാഷണൽ അവാർഡ് തൊട്ട് പാടിയപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് ഏതായി?
പാടിപ്പം നാദരൂപിണി എനിക്ക് ഭയങ്കര ഒറ്റ ടേക്കിനെടുത്താണ്. ഒറ്റ ടേക്ക്, അതിനകത്ത് പഞ്ചിങ്ങൊന്നുമില്ല. ഒരൊറ്റ ടേക്കിന് ഒരു നിമിത്തമായിട്ട് പാടിപ്പോയതാണ്. പിന്നെ എനിക്ക് സമയമിതപൂർവസായനം ഔസേപ്പച്ചൻ്റെ സമയമിതപൂർവസായാന്നം അമൃതം ശിവമയ സംഗീതം, അതൊരു നല്ലൊരു പാട്ടായിട്ട് എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ പാട്ടുകൾ ഒരുപാടെണ്ണമുണ്ട്. പിന്നെ പാവം കൃഷ്ണമൃഗത്തിനെ എന്തിനായി, അദ്വൈതം എന്നുള്ള പടത്തിൽ സംക്രമം ഹൃദയ സംക്രമം, ആ ഒരു പാട്ടൊരു നല്ല ഫീലുണ്ട്. പിന്നെ ഞാൻ വിദ്യാധര മാഷിൻ്റെ രാധാമാധവ്, അതിനകത്ത് വളരെ ടഫായിട്ട് കുറേ സോങ്സ് പാടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ടഫസ്റ്റായിട്ട് ഒരുപാട് പാടിയിട്ടുണ്ട്. പിന്നെ അടിപൊളിയുണ്ട്, അടിപൊളി പിന്നെ പറയണ്ടല്ലോ. പക്ഷേ ഒരുപാട് ഈ നാദരൂപിണി തൊട്ട് എത്ര ക്ലാസിക്കൽ പാട്ട് പാടിയാലും അവർക്ക് തീരെ ഒരു കോൺട്രാസ്റ്റാണ് ഈ പറഞ്ഞ ഒരു ഫാസ്റ്റ് ഗ്രൗണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ? ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ഇത് അറിയാതെ പാടിപ്പോകുന്നതാണ്, അല്ലാതെ നത്തിങ് ഗ്രേറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ളൊരു ജ്ഞാനം എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ ഈ ട്യൂഷൻ വരുന്ന കുട്ടികൾ എല്ലാം ചോദിക്കും, എങ്ങനെ എൻ്റെ മോള് പാടുപോയില്ലേ? നമുക്കത് പറയാൻ പറ്റില്ല. ജന്മനാലുള്ള ജ്ഞാനം അത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ബീജത്തിൽ നിന്ന് കിട്ടുന്ന, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കാര്യമാണ് ബേസിക് ജ്ഞാനം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറ്റത്തുള്ളൂ. ഇപ്പോൾ പാട്ട് കമ്പോസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്യാനോ, ഒരു മ്യൂസിഷ്യൻ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഒരു സംഗീതജ്ഞൻ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ സാധാരണ പറയാറില്ലേ, ഇപ്പം ദക്ഷിണാമൂർത്തി നീ നല്ല ജ്ഞാനസ്ഥനാടാ എന്ന് പറഞ്ഞാൽ ജ്ഞാനം അത് നമുക്ക് ഒരു സ്കൂളിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് നമ്മൾ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ വെച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകും. എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ടുകൾ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതായിരിക്കും? എല്ലാവരും ചോദിക്കുന്നതാണ്, ഇതെല്ലാം ചോദിക്കുന്നതാണ്. ഒരുവിധം എല്ലാം ശ്രീകുട്ടൻ്റെ പാട്ടുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടൻ സ്റ്റേജിൽ നിന്ന് എന്നെ നോക്കി ഒരു വരി പാടി എനിക്കൊരു ആശ്വാസമാണ്. എപ്പോഴും നമ്മൾ ഏത് പാട്ടിനാന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു ഫംഗ്ഷൻ ചിത്രമായിരിക്കും. ചിത്രത്തിലാണ് ഞാൻ ശ്രീകുട്ടനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ചിത്രത്തിലത്തെ ഒരുവിധം എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷെ ദൂരെ കിഴക്കുതിക്കും ആണ് ഞങ്ങൾ രണ്ടുപേരും അട്രാക്റ്റഡ് ആയത്. ഞാൻ അട്രാക്റ്റഡ് ആയത്. വർഷങ്ങൾക്ക് ശേഷം ആ മെമ്മറി ഒന്നുകൂടെ പുതുക്കുമ്പോൾ ആ രണ്ടുപേരി പാടാം. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റിലെത്താൻ പാടത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റിലെത്താൻ പാടത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്യ ചെമ്പഴുക്ക. അത് തിയേറ്ററിൽ പോയി കണ്ടോ? പിന്നെ അങ്ങനെയാണ് ഞാൻ പക്ഷെ അതിന് മുന്നേ ശ്രീകുട്ടൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, അതിലൊക്കെ ശ്രീകുട്ടൻ. പക്ഷേ എനിക്ക് ആളെ അറിയുന്നത് ചിത്രം വഴിയാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു റിലേഷൻഷിപ്പ്. ഇതുവരെ 2014 വരെ. ട്രാവൽ എങ്ങനെയാണ്? ഒന്നിച്ചാണോ എപ്പോഴും യാത്ര? ഇപ്പം ഞങ്ങൾ സിംഗപ്പൂരിൽ പോയിരുന്നു, ഞാനും ശ്രീകുട്ടനും പ്രിയനും ഫാമിലിയും. നല്ല 1 വീക്ക് നമ്മൾ നല്ലോണം അടിച്ചു പൊളിച്ചു. നല്ല മിക്കവാറും എല്ലാ 3 മന്ത്സിലൊരിക്കൽ 3 to 4 മന്ത്സിലൊരിക്കൽ ഞങ്ങൾ പുറത്തു പോകും. നമ്മൾ ഇപ്പം ജനങ്ങൾക്ക് ടി വി ഉണ്ട്. പണ്ട് നമുക്ക് ആരൊക്കെയാണ് പിന്നണിയിൽ എന്നറിയില്ല, സംഗീതത്തിൻ്റെ വേറെ തലങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇന്ന് റിയാലിറ്റി ഷോ കേട്ട് ഇതിലെ ജഡ്ജസ് പറയുന്ന കേട്ട് സാധാരണക്കാർ അല്ല അവിടെ പിച്ച് കുറച്ച് പോയി, ഇവിടെ കുറച്ച് ഷാർപ്പായി എന്ന് പലരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ റിയാലിറ്റി ഷോ ശരിക്കും ഇങ്ങനെയാണ് സിംഗേഴ്സിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്? അത് എത്രത്തോളം അവർക്ക് ഹെൽപ്ഫുള്ളാണ്? അതായത് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് എ കമേഴ്സ്യൽ തിങ്. അത് കമേഴ്സ്യൽ ആസ്പെക്റ്റാണ് അതിനകത്ത് മുഴുവൻ. ഇപ്പോൾ കൗമുദി നടത്തിയാലും വേറെ ഏത് ചാനൽ നടത്തിയാലും അതിനകത്ത് ബേസിക്കായിട്ട് ഇറ്റ്സ് എ കമേഴ്സ്യൽ ആസ്പെക്ട്. ബട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഹു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോഗ്രാം അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള കണ്ടസ്റ്റൻസിന് അവർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുമ്പിൽ ഒരു മാസം കൊണ്ട് പ്രശസ്തി പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ഒരു വേദിയാണത്. അത് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ അവർ പാടുന്നത് ജാനകി അമ്മയുടെയും ദാസൻ്റെയും പഴയ പാട്ടുകളൊക്കെയാണ്. പക്ഷേ
അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഒരു സിംഗർക്ക് സ്റ്റുഡിയോയിൽ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ഏതോ ഞാൻ പേര് പറയുന്നത് ഏതോ ഒരു കുട്ടിക്ക്, ആ കുട്ടിയുടെ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആയിരുന്നു, പക്ഷെ അങ്ങനെ സ്റ്റുഡിയോയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ പോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പേര് അതൊക്കെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് പാടുന്ന കുട്ടിയായിരിക്കും, നമുക്ക് റിയാലിറ്റി ഷോയിൽ ചിലപ്പോൾ ഈ കാണാൻ പഠിച്ച് പാടുന്നതാണ് ഉദ്ദേശിച്ചതായിരിക്കും. അതായത് ഇപ്പം ഞാനിപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് കാണാതെ പഠിച്ച് പാടാം. നമ്മളിപ്പോൾ എത്ര ടഫസ്റ്റ് സോങ് ആയാലും ഇപ്പം ഹരിമുരളീരവം ചില ആൾക്കാരൊക്കെ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ സാധാരണ ട്രൂപ്പിലുള്ള സിംഗേഴ്സ് പാടുന്ന കേട്ട് കഴിഞ്ഞ് ഞെട്ടിപ്പോവും. നേരെ മറിച്ച് ആ പർട്ടിക്കുലർ വ്യക്തിയെ വിളിച്ചിട്ട് വേറെ ഇതേ രാഗത്തിൽ തന്നെ ഹരി എന്നുള്ളതിനകത്ത് തുടങ്ങിയിട്ട് തനി നാനി തനി നീ നാനി എന്നൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മൂക്കിട്ട് ഇഷ്ടമായിരിക്കും. പറ്റില്ല. ഒരാൾ പാടുന്നത് കേട്ട് പാടാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പം ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്ന എല്ലാം ഇപ്പം ഞാൻ പാടി പറഞ്ഞു കൊടുക്കുന്നു. പലരും ഇപ്പം SP വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലൈൻ ആയിരിക്കും പറഞ്ഞു തരുന്നത്. ഇപ്പം ഇത് പറഞ്ഞു തരും. അപ്പം നമ്മൾ പാട്ടുകാരനാണ്. ഇപ്പോൾ ദാസൻ്റെയൊക്കെ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടിക്കഴിയുമ്പോൾ നമ്മൾ കോരിത്തരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഇടുന്ന ഭാവം അപ്പം അത് ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ കിലുകിൽ പമ്പരം, ആ പമ്പരത്തിൻ്റെ ഒരു തിരിയും മാനസം, ആ മാനസത്തിൻ്റെ ഒരു ഇത് കൊടുക്കണം. അറിയാതമ്പിളി, അത് അവിടെ ഒരു ഇത് കൊടുക്കണം.